ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വീറുട്ട പോരാട്ടം നടക്കുന്ന ഇടമാണ് തൃശൂർ. തർക്കമില്ല അക്കാര്യത്തിൽ. കാരണം തൃശൂരിൽ പലതരത്തിലുള്ള മാറുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തിനൊപ്പം നിൽക്കുകയാണ് തൃശൂരിൻ്റെ പൊതുചിത്രവും. ഈ തൃശൂരാണിന്ന് വിശദമായി തന്നെ ന്യൂസ് 18 സംഘം പരിശോധിക്കുന്നത്. തൃശൂരിൻ്റെ രാഷ്ട്രീയം അറിയാനാണ് ശ്രമിക്കുന്നത്. ന്യൂസ് 18 സംഘടിപ്പിക്കുന്ന മെഗാ ഷോ, ഗോധ എന്ന പേരിലുള്ള മെഗാ ഷോയും ഇന്ന് വൈകിട്ട് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്നുണ്ട്. എന്തായാലും തൃശൂരിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കൊപ്പവും ഇന്ന് ന്യൂസ് 18 സംഘവും ഉണ്ടായിരുന്നു. കരുവന്നൂർ തട്ടിപ്പ് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണെന്നാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ നിലപാട്. തെറ്റ് ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടും. പാർട്ടി ആരെയും സംരക്ഷിക്കില്ല. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. പ്രളയകാലത്ത് മോദി എവിടെയായിരുന്നുവെന്നും VS സുനിൽകുമാർ ചോദിക്കുന്നു. ശ്രീ സുനിൽകുമാർ, ഇത് യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരങ്ങളുടെ ഒരു നാടാണ്. ആ പൂരങ്ങളുടെ ഒരു നാട്ടിൽ എനിക്ക് തോന്നുന്നു 3 മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ പൂരങ്ങളിലെ കൊമ്പന്മാരുടെ വിശേഷങ്ങളൊക്കെയാണല്ലോ തൃശ്ശൂരുകാർക്ക് വലിയ പ്രിയം. അതിനിപ്പോൾ പുതിയ കാലത്ത് അതിന് കൊമ്പനെ മാത്രമായി പിടിയെ മാത്രമായി വിശേഷിപ്പിക്കാന്നൊക്കെ പറഞ്ഞാലും കൊമ്പൻ എന്നുള്ള പൂരത്തിന്റെ അർത്ഥത്തിലെടുത്താൽ അങ്ങനത്തെ 3 പ്രധാന സ്ഥാനാർത്ഥികളാണ് ഇവിടെ നിൽക്കുന്നത് 3 മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. യഥാർത്ഥത്തിൽ താങ്കൾ ആരെയാണ് മുഖ്യ എതിരാളിയെ, ഏത് മുന്നണിയാണ് മുഖ്യ എതിരാളിയെ കാണുന്നത്? അല്ല, ഇവിടെ UDF തന്നെയാണ്. ഇവിടെ UDF തന്നെയാണ് മുഖ്യ എതിരാളിയായിട്ട് വരുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ UDF 1ാം സ്ഥാനത്തും LDF 2ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണത്തെ ഇലക്ഷനിൽ LDF 1ാം സ്ഥാനത്തും UDF 2ാം സ്ഥാനത്തും വരും. പക്ഷേ ഇവിടെ നേരത്തെ വരെയും കഴിഞ്ഞതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പ് വരെയും ഏകദേശം 1 ലക്ഷം വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ അങ്ങനെ BJPക്ക് ഒരു വലിയ വോട്ടിംഗ് വീതമുള്ള ഒരു മണ്ഡലമായിരുന്നില്ല തൃശ്ശൂർ. തിരുവനന്തപുരമൊക്കെ ആയിരുന്നു അങ്ങനെ 2ാം സ്ഥാനത്ത് വരുന്നത്. പക്ഷേ തൃശ്ശൂർ കഴിഞ്ഞ തവണയാണ് വലിയ തോതിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നത്. എനിക്ക് തോന്നുന്നു BJP ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയ മണ്ഡലം. നരേന്ദ്രമോദി തന്നെ 2 തവണ വരുന്നു. ആ തരത്തിലേക്കുള്ള പ്രചരണം നടത്തുക. സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയം ഈ BJP രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടോ? ഇല്ല, അത് കഴിഞ്ഞ വർഷം ഉണ്ടായല്ലോ. അതിനേക്കാൾ വലിയ ഒരു മാറ്റൊന്നും ഇത്തവണ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഉണ്ടാവില്ല. തവണ 3ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും BJP. ഉറപ്പാണ്. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ. എന്താവും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ചയാകുക? ദേശീയ തലത്തിലുള്ള വിഷയങ്ങളിനകത്ത് അതെന്താവും? അതായത് നമ്മുടെ പാർലമെന്റ് ഇലക്ഷനിൽ പ്രധാനമായിട്ടും ദേശീയ രാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്യണം. 3ാം സ്ഥാനത്ത് BJP ആവുമെന്ന് പറയുന്നതിന് BJPക്ക് എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ ജനങ്ങൾ വോട്ട് ചോദിക്കാൻ കഴിയുക? എന്താണ് BJP ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? BJP സർക്കാർ 10 കൊല്ലമായി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റ് 10 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ എന്താണ് മാറ്റം വരുത്തിയത്? ഇപ്പോൾ ഡീസൽ വില 50 രൂപയ്ക്കൊന്ന് BJP പറഞ്ഞു. ഇപ്പോൾ അവരതിനെപ്പറ്റി പിണ്ടുന്നുണ്ടോ? വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവർ പറയുന്നത് ക്ഷേത്രങ്ങളെപ്പറ്റിയും വിശ്വാസങ്ങളെ പറ്റിയാണ്. അത് നിൽക്കട്ടെ. നമ്മുടെ വിശ്വാസങ്ങളും മറ്റും സംരക്ഷിക്കാൻ എല്ലാവരും അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണല്ലോ. ഡീസലിന്റെ വില എത്രയാണിപ്പോൾ? അത് ചർച്ച ചെയ്യണ്ടേ? പെട്രോളിന്റെ വില ഇപ്പം എത്രയാണ്? BJP അധികാരത്തിൽ വരുമ്പോൾ എത്രയായിരുന്നു വില? ഇപ്പം എത്രയാണ് വില? BJP അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളോട് നൽകിയിട്ടുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ. ഇപ്പോൾ ഗ്യാരണ്ടിയുടെ കാലമാണല്ലോ. ഇപ്പോൾ നരേന്ദ്രമോദി ഗ്യാരണ്ടി കൊടുക്കുന്ന കാലമല്ലേ? അപ്പോൾ 2014 പറഞ്ഞ ഗ്യാരണ്ടി എന്തായിരുന്നു? കുക്കിംഗ് ഗ്യാസിന്റെ വില ഞങ്ങൾ കുറയ്ക്കും, നിങ്ങളുടെ സബ്സിഡി എന്ത് ചെയ്യും, അക്കൗണ്ടിലേക്ക് വരും. ഞാൻ ഈ കേൾക്കുന്ന എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. നരേന്ദ്രമോദി അന്ന് പറഞ്ഞ ഗ്യാരണ്ടി നിങ്ങളുടെ വീട്ടിൽ നടപ്പാക്കിയിട്ടുണ്ടോ? അന്ന് 472 രൂപയായിരുന്നു ഒരു കുറ്റി ഗ്യാസിന്റെ വില. ഇപ്പൊ എത്രയാണ് വില? ആ വില ഇപ്പോൾ ഇലക്ഷന് തൊട്ട് മുമ്പ് 100 രൂപ കുറച്ചു എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടിയാണ്? വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ? അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, BJP പറഞ്ഞൊരു കാര്യം എന്താണ്? അവര് യാതൊരു അഴിമതിയില്ലാത്ത പാർട്ടിയാണെന്നാണ് അല്ലേ? ഇപ്പൊ എന്താണ് സ്ഥിതി? ഇലക്ട്രൽ ബോണ്ട് സംഭവമായിട്ട് ബന്ധപ്പെട്ട് BJPക്ക് എന്തിനു വേണ്ടിയിട്ടാണ് 10,000 കോടി രൂപ ഈ വൻകിട കോർപ്പറേറ്റുകൾ ബോണ്ട് വഴി കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ DLF എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിക്കെതിരായി അത് സോണിയാഗാന്ധിയുടെ മരുമകന്റെ കമ്പനിയാണ്. അതിന് കോൺഗ്രസും മറുപടി പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ചുട്ടുതല്ലുന്ന നേരത്ത് രണ്ടാൾ ഒന്നിക്കുന്നു പറയുന്ന പോലെയുള്ള പരിപാടിയാണിത്. അപ്പോൾ DLFനെതിരെ കേസ് വന്നു, ഗുരുതരമായ അഴിമതി ആരോപണം വന്നു. 170 കോടി രൂപ DLF ബോണ്ട് കൊടുത്തപ്പോൾ അഴിമതി പോയി, അവർക്കെതിരെ കേസില്ല.
മഹാരാഷ്ട്രയിലെ BJP പിന്നെ നേതാവ് അജിത് പവാറിനെതിരെ ആയിരക്കണക്കിന് കോടിയുടെ ആരോപണം വന്നു. അത് BJP പോയി ചേർന്നപ്പോൾ ആരോപണം പോയി. ഇപ്പോ അരവിന്ദ് കെജ്രിവാൾ ജയിലിലടക്കപ്പെട്ടിരിക്കുകയാണ്. എന്താ കാര്യം? എന്തെങ്കിലും തെളിവുണ്ടായിട്ടാണോ? പഞ്ചാബ് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ പോകുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് അവരെ അഴിമതി നടത്തുക, അവരെതിർക്കുന്നവരെ അവർ ജയിലിലടക്കുകയും ചെയ്യുക. ഇതെന്ത് ജനാധിപത്യമാണ്? അതാണ് VS സുനിൽകുമാർ പറയുന്ന രാഷ്ട്രീയം. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെ വിമർശിച്ചുകൊണ്ടാണ് VS സുനിൽകുമാർ നിലപാടെടുത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. എന്നാൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഉന്നയിക്കുന്നത് മറ്റൊരു വിഷയമാണ്. വികസന ചർച്ച ഇല്ലാതാക്കാൻ വ്യക്തി അധിഷ്ഠിത ആരോപണങ്ങൾ തൃശ്ശൂരിൽ ഉന്നയിക്കുന്നു എന്നതാണ് സുരേഷ് ഗോപി ഉന്നയിക്കുന്ന ആക്ഷേപം. ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം നീക്കങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നതായും സുരേഷ് ഗോപി ന്യൂസ് 18നോട് പറഞ്ഞു. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി എന്നോടൊപ്പമുണ്ട്. അദ്ദേഹം തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. രാവിലെ പള്ളിയിലായിരുന്നു അദ്ദേഹം. അതിനുശേഷം ഇപ്പോൾ രണ്ടു വാക്ക് അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് 2019 തെരഞ്ഞെടുപ്പ് പ്രചരണവും 2024 വരുമ്പോൾ കുറച്ച് ദിവസമായിട്ട് ജനങ്ങൾക്കിടയിലുണ്ടല്ലോ, എന്താണ് ഒരു ആത്മവിശ്വാസം? അന്ന് ഒരു പകരക്കാരനായി വന്നു. അതും അവസാനം ഒരു 15-14 ദിവസമുള്ളപ്പോൾ മാത്രമാണ് ആ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ ഒരു ഭയങ്കര ഹാഷ് ക്യാമ്പയിൻ ഡ്രൈവിൽ പോകേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള ഒരു അഡീഷണൽ ബെനിഫിറ്റൂടെ 19 ശേഷം 5 വർഷം ഞാൻ ഇവിടെ തന്നെ നിന്ന് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഇവിടെ മാത്രമല്ല കേരളത്തിലാകമാനം, അപ്പോൾ അതിന്റെ ഒരു പഠനം അവർക്ക് കിട്ടിയതിന്റെ ബലമാണ് 24 എനിക്ക് അധികമായിട്ട് ഉള്ളത്. അതാണ് അതിന്റെ വ്യത്യാസം. ഈ പല രാഷ്ട്രീയ എതിരാളികൾക്ക് പലപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാർജറ്റ് ആകുന്ന സ്ഥാനം സുരേഷ് ഗോപി ആകുന്നത് എന്തുകൊണ്ടായിരിക്കും? വ്യക്തിപരമായി അന്ന് ഞാൻ നോക്കാറില്ല. അതൊക്കെ അവരുടെ ആവശ്യം, എനിക്കത് പ്രശ്നമല്ല. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടെന്നുള്ളതാണ് പറഞ്ഞു. എനിക്കത് പ്രശ്നമേ അല്ല, അതെന്റെ നോട്ടവുമല്ല. അവരങ്ങനെ പലതും പറയും, അതൊന്നും ഞാൻ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം അത് എന്നെ സംബന്ധിക്കുന്നതല്ല. അതിന്റെ മുന്നിലോ പിന്നിലോ അവരുടെയൊക്കെ തന്നെ നാമം അങ്ങ് ചേർത്താണ്. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇവിടെ വന്നിരുന്നു. അതിനുശേഷം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ്. കരുവന്നൂർ കാര്യമായി തന്നെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? അവര് ആ കാശ് എല്ലാവർക്കും കൊടുത്താൽ മതി. അതിനാണോ മുഖ്യമന്ത്രി വന്ന? കരുവന്നൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വരിക എന്ന് പറഞ്ഞാൽ എന്നെ സന്തോഷിപ്പിക്കുക മുഴുവൻ കാശ്. അതുപോലെ തന്നെ മാവേലിക്കര ബാങ്കിലാണ് ഞാൻ ആദ്യം സമരം ചെയ്തത് 2021. അന്ന് അതിനകത്ത് ബാധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കംപ്ലൈന്റിന്റെ പുറത്താണ് പോയത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്ന 200-300 കേസുകൾ അവിടെ ഉണ്ടെന്ന്. അപ്പോ ആ സ്ത്രീക്ക് ഹൈക്കോടതിയുടെ ഉത്തരവ് കിട്ടി, പണം മുഴുവൻ തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവര് കഴിഞ്ഞ ദിവസം അവരുടെ വയ്യാത്ത അമ്മ അവിടെ ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞ് കാശില്ല, ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകന് ഗോവൻ ചെന്നിത്തലയെ വിളിച്ചു പറഞ്ഞു, കോടതിയിൽ പോയി ക്വാർട്ടർലക്ഷ്യ കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പൈസ ആവശ്യമുള്ളവർക്ക് അവർ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് സുരേഷ് ഗോപി പറയുന്നത്. വ്യക്തികളല്ല, അതേസമയം രാഷ്ട്രീയമാണ് തൃശ്ശൂരിൽ ചർച്ചയാവുന്നത് എന്നതാണ് UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ നിലപാട്. കരുണാകരന്റെ മക്കളാരും തൃശ്ശൂരിൽ നിന്നും വിജയിക്കില്ല എന്ന ആക്ഷേപത്തിന് ഇത്തവണ പരിഹാരമുണ്ടാകുമെന്നും മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരനാണ്. മുരളിയുടെ നമസ്കാരം. ഇപ്പോൾ പ്രചാരണത്തിന്റെ ആദ്യഘട്ടം അതിന്റെ അവസാന ഭാഗത്തിലെത്തി എന്നാണ് അറിയുന്നത്, അല്ലെ? എങ്ങനെയാണ് അതിന്റെ ഒരു ആദ്യഘട്ടം ഏതാണ്ട് പൂർത്തിയായി, ഇനിയിപ്പോൾ രണ്ടാം ഘട്ടം തുടങ്ങുക. എല്ലായിടത്തും നല്ല റെസ്പോൺസാണ്. വിജയ പ്രതീക്ഷ നന്നായിട്ടുണ്ട്. നെഗറ്റീവായിട്ടൊന്നും സംഭവിക്കില്ല. ഈ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട്, സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ടാണ് അങ്ങയുടെ തൃശ്ശൂരിലെ എൻട്രി വിലയിരുത്തിയിരുന്നത്. അതിനെ സാധൂകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ UDFന്റെ താഴെ തട്ട് മുതലേക്ക് പ്രവർത്തിക്കുക. എണ്ണയിട്ട യന്ത്രം പോലെയാണ് UDF നേതൃത്വവും താഴെ തട്ടിലൊക്കെ പ്രവർത്തനം. ഇത് മുൻവിധികൾ പലതും ഉണ്ടായിരുന്നു. K കരുണാകരന്റെ മക്കൾ തൃശ്ശൂരിൽ ജയിക്കില്ല എന്നുള്ള പ്രചാരണം ഒരു വശത്ത് നടക്കും. അത് ഇത്തവണത്തോടെ പ്രചാരണം അവസാനിക്കും.
അത് അവസാനിപ്പിക്കും തീർച്ചയായിട്ടും. അത് ജനങ്ങൾ തവണ കോൺഗ്രസിന്റെയും UDFന്റെയും ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ നല്ല വിജയം തവണ തൃശ്ശൂർ ഉണ്ടാവും. മറ്റ് രീതിയിലുള്ള എല്ലാ പ്രചരണങ്ങളും അത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണങ്ങളാണ്. അത് ഇനി ഈ മണ്ണിൽ ചെലവാവില്ല. ഈ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ തൃശ്ശൂരിൽ മുഖ്യ പ്രചരണ വിഷയമാക്കിയെടുത്തിട്ടുള്ളത്? അല്ല, ഇന്ത്യയിൽ കോൺഗ്രസ് വരേണ്ടതിന്റെ അനിവാര്യത. BJPയെ നേരിടാൻ ശക്തിയുള്ള ഏക പാർട്ടി കോൺഗ്രസ്സാണ് ഇന്ത്യ രാജ്യത്ത്. ഇടതുപക്ഷം രണ്ട് വെള്ളത്തിലും ചവിട്ടുക. ഇവിടെ കോൺഗ്രസിനെ കുറ്റം പറയുക. മറ്റ് സ്റ്റേറ്റുകളിൽ കോൺഗ്രസിനോടൊപ്പം സഖ്യം, ബംഗാളിൽ സഖ്യം, ത്രിപുരയിൽ സഖ്യം, രാജസ്ഥാനിലും സഖ്യം. അങ്ങനെയുള്ള പാർട്ടിയാണ് ഇവിടെ വന്ന് കോൺഗ്രസിനെ കുറ്റം പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു ദേശീയ നയമില്ല. ദേശീയ നയമില്ലാത്ത പാർട്ടിയായി ഇടതുപക്ഷം മാറി. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അനിവാര്യത. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ മുഖ്യ പ്രചരണം. ഈ CAA വിഷയത്തിൽ നമുക്കറിയാം സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പ്രതിഷേധം, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഇടതുപക്ഷം മുഖ്യമന്ത്രിയാണ് അവരുടെ പ്രചാരണത്തിന് മുൻകൈ എടുത്ത് നടത്തുന്നത്. എങ്ങനെ കാണുന്നു? ഈ കേസുകൾ അന്ന് സമരം ചെയ്തവർക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് പിൻവലിച്ചില്ല. മുഖ്യമന്ത്രി കേന്ദ്രത്തിനെ സന്തോഷിപ്പിക്കാനും കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങാനും ഉള്ള ഒരു രണ്ട് വെള്ളത്തിലും കാലിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കറിയാം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. കെ മുരളീധരൻ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയം തന്നെയാണ് ഇടതുമുന്നണിയും ഏറ്റെടുക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കണ്ണൂരിൽ ഇന്ന് ബഹുജന റാലി നടക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് ഈ റാലി ഉദ്ഘാടനം ചെയ്യുക. കോഴിക്കോടും കാഞ്ഞങ്ങാടും നടന്ന റാലിയിൽ കേന്ദ്രത്തിനും കോൺഗ്രസിനുമെതിരെ കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനെ BJP ചോദ്യം ചെയ്യുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രചാരണം സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വച്ചിട്ടുള്ളതാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചതിനു ശേഷമാണ് CAA കേസുകൾ പിൻവലിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നു. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയ സർക്കാർ നടപടിയെ വിമർശിക്കുകയാണ് BJP. ഇത്തരമൊരു നീക്കം ചരിത്രത്തിലാദ്യമായിട്ടാണ്. ബില്ലുകൾ പരിഗണിക്കുന്നതിൽ ഇതിനു മുമ്പും കാലതാമസമുണ്ടായിട്ടുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചപ്പോൾ തന്നെ ഇടതുമുന്നണി എതിർത്തിരുന്നു. കേരളത്തിൽ ആദിവാസി ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നവരാണ് CPMകാരെന്നും V. മുരളീധരൻ വിമർശിച്ചു. വീണ്ടും നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ BJPയെ തോൽപ്പിക്കാനല്ല CPM മത്സരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് CPM മത്സരിക്കുന്നത്. സുപ്രീം കോടതിയിൽ സംസ്ഥാനം നൽകിയിരിക്കുന്ന കേസ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നും സതീശൻ വിമർശിക്കുന്നു.